ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ റെസിപ്പി വറ്റമീൻ കൊണ്ടുള്ള കുറുകിയ ചാറോട് കൂടിയുള്ള മീൻകറിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ക്ലീൻ ചെയ്ത മീനാണ് എടുത്തിരിക്കുന്നത്. വേറെ ഏത് മീനാണെങ്കിലും കുഴപ്പമില്ല, ഈ രീതിയിൽ തന്നെ മീൻകറി ഉണ്ടാക്കിയാൽ മതി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വറ്റയാണ്. നമ്മുടെ മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 ചുവന്നുള്ളി, 4 ടേബിൾ സ്പൂൺ തേങ്ങ. 4 ടേബിൾ സ്പൂൺ മതി കേട്ടോ, അതിൽ കൂടുതൽ വേണ്ട. ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്തിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് കളറൊന്നും മാറണ്ട. തേങ്ങയുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഞാനിവിടെ ചേർക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ചൂടിൽ തന്നെ ഇരുന്ന് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ആ പൊടിയുടെ പച്ചമണമൊക്കെ മാറിക്കോളും. ഇതിനി തണുത്ത് കഴിയുമ്പോൾ നല്ലതുപോലെ അരച്ചെടുക്കണം. മീൻകറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് വേണം കടുക് ചേർത്ത് കൊടുക്കാനായിട്ട്. കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കണം. ഉലുവ അധികം ചേർത്ത് കൊടുക്കരുത്, കയ്പുണ്ടാവും. ഉലുവ പൊട്ടിക്കഴിയുമ്പോഴേക്കും ഒരു 5 ചെറിയുള്ളി ചതച്ചത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 5 വെളുത്തുള്ളി, 2 വറ്റൽമുളക് ഇത്രയും ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1-2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തോളുക. നമ്മൾ എരിവുള്ള മുളക് പൊടി ചേർത്തുകൊണ്ട് പച്ചമുളക് ഞാനിത് ചേർക്കുന്നില്ല. നിങ്ങൾ കാശ്മീരി ചില്ലി മാത്രമാണ് ചേർക്കുന്നതെങ്കിൽ ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കണേ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അതിന് ശേഷം വേണം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരട്ടെ. എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചതാണ്. 10-15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അത് ചേർത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് മീൻകറിക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മുടെ മീൻകറിക്ക് എത്രയാണോ ചാറ് വേണ്ടത് അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാവേ. നന്നായിട്ടൊന്ന് തിളച്ച് വരണം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. നല്ലതുപോലെ തിളച്ച് വരുന്നോടം വരെ അടച്ചു വെച്ച് കൊടുക്കാം. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്ത് കൊടുക്കുന്ന പാടെ ഒന്ന് തവിയിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാവേ. ഇനി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം.
മീൻകറി നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. മീനൊന്ന് വെന്ത് വരട്ടെ. ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. നമ്മുടെ മീൻകറി ഇവിടെ നല്ലതുപോലെ തിളച്ച് വെന്തിട്ടുണ്ട്. സൈഡിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ? ഇനി മീൻകറി മൺചട്ടി ആയതുകൊണ്ട് ഇരുന്നിട്ട് ഒന്നും കൂടി ഒന്ന് പറ്റി കുറുകിയൊക്കെ വരും. മീൻ വെന്ത് കഴിഞ്ഞാൽ പിന്നെ തവിയിട്ട് ഇളക്കരുത്. ഇതുപോലെ എടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണേ. എനിക്ക് ഉപ്പൊക്കെ കറക്റ്റാണ്. നിങ്ങൾ ഉപ്പ് നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്